ടീം. ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. നല്ല ഒരു പ്രഭാതം നേരുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7-8 ദിവസത്തോളം എൻ്റെ 2 കുഞ്ഞുങ്ങളും നേഹ സാറ നെൽസനും നിയ സാറ നെൽസനും 2 ക്യാമ്പുകൾക്ക് പോയിരുന്നതാണ്. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഡെയിലി നടത്തയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഈ ലൈവിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഞാനും ലിനിയും കൂടെ ഒക്കെ ഇത് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ 4 ദിവസം ക്യാമ്പിന് പോയത് അമൃതാനന്ദമയി മഠത്തിലായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. മികവിന്റെ 3 ദിനങ്ങൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് IAS ട്രെയിനിങ്ങിന്റെ പരിശീലനം, ബാലജന സഖ്യത്തിന്റെ സ്റ്റേറ്റ് ക്യാമ്പ്. അപ്പോൾ ആ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ആ ക്യാമ്പിൽ ബെസ്റ്റ് ക്യാമ്പറായി തെരഞ്ഞെടുത്തത്, കൈയൊന്ന് പൊക്കിക്കോ, നേഹ സാറ നെൽസൺ. ഇന്നത്തെ മനോരമ പത്രത്തിൽ പറയുന്ന കേൾക്കൂ, നേഹ സാറ നെൽസന്റെ പടം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആള് നല്ല ഒരു പെർഫോമർ ആയിരുന്നു. രണ്ടാമത്തെ ആളായിട്ടുള്ള എൻ്റെ കുഞ്ഞ്, കൈപൊക്കിക്കോ, നിയ സാറ നെൽസൺ. മനസ്സിലായോ? 2 പേർക്കും ഞങ്ങളുടെ 2 പേരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്യാമ്പൊക്കെ നടന്നു. അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. അപ്പൊ ഇന്നത്തെ മനോരമ പത്രത്തിൽ നിങ്ങളെ നല്ലോണം പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 പേർക്കും അഭിനന്ദനം. അപ്പൊ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നിങ്ങളുടെ വിദ്യാഭ്യാസവും അത്തരത്തിലാകട്ടെ എന്ന് പപ്പ ആശംസിക്കുകയാണ്. ഒന്ന് കൈ കാണിച്ചോളൂ നിയാമോൻ. ഓക്കെ. 2 പേർക്കും പുസ്തകവും ബുക്കും ബാഗും പേപ്പറും ബുക്കും എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി. അപ്പം പഠിത്തം തുടങ്ങാം. ഓക്കെ. അപ്പൊ ഞാന് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ IASന്റെ ട്രെയിനിങ്ങിന്, കേട്ടോ, നിങ്ങളുടെ എന്നല്ല, ആ ക്യാമ്പിന്റെ ട്രെയിനിങ്ങിൽ ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിരുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ലൈവ് പറയുന്നത്. അപ്പൊ അതിൽ അവർ പറഞ്ഞിരുന്നു IAS, IFS, IRS, IRTS ആയ എന്ത് സാധനം, IPS എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തുവായിരുന്നു അവർ പറഞ്ഞേ? ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക. മനസ്സിലായോ? ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തുവാ? നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നത്? ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ കിട്ടുന്നത്? നമുക്ക് സോഷ്യൽ മീഡിയ വായിച്ചാൽ പോരാ, ന്യൂസ് പേപ്പർ കിട്ടണമെന്ന് പറഞ്ഞാൽ എന്താ? വായനാശീലം വളരെ വലുതാണ്. നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരിടത്തേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല പ്രിന്റ് ചെയ്തതിനകത്ത് തെറ്റുകൾ കാണില്ല. പ്രിന്റ് ചെയ്തതുകൊണ്ട് കുറെ കൂടെ എന്ത് ചെയ്യും, വലിയ ഇവാലുവേഷൻ നടക്കും എന്നുള്ള തോന്നലുകൾ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, ഈ പ്ലേജറിസം ഒന്നും വരാതെ അവരത് ശ്രദ്ധിക്കും. മനസ്സിലായോ? അതൊരു കൃത്യമായ സാധനമാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റും. മനസ്സിലാവുന്നു? പിന്നെ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റീഡ് ചെയ്യുന്നതിന്റെ എന്നും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള നോളജാണ് കിട്ടുന്നത്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ മെമ്മറി. ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഒരു എക്സലൻസി കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലല്ല. IAS ഒക്കെ വരുമ്പോൾ എന്തോന്നറിയാമോ, അവിടെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് നടക്കും, കൃത്യമായ രീതിയിൽ നിങ്ങളുടെ നോളജ് ടെസ്റ്റ് നടക്കും. നിങ്ങൾ പ്രിലിംസ്, മെയിൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ മനസ്സിലായോ? അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ മോൾഡ് ചെയ്യുകയും ചെയ്യും, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നു? ഇതായിരുന്നു നിങ്ങളുടെ ഈ ബാലജന സഖ്യത്തിന്റെ സംസ്ഥാന ക്യാമ്പിലൂടെ അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെ ലൈവ് പറയുന്നത്? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ PP വിജയൻസ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാന് ലിനിയും കൂടെ നമ്മുടെ നിയമസഭാ മന്ദിരത്തില് നമ്മുടെ മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാണാൻ MLA മാര് പോകുന്ന ദിവസമായിരുന്നു അതിലൂടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഞാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഒറ്റയ്ക്ക് ഒരാൾ നിൽക്കുന്നു. അയാളെ ഓരോരുത്തർ വന്ന് കണ്ടു പോകുന്നു. ആരാന്നറിയാമോ? PP വിജയൻ സാർ. PP വിജയൻ സാറിനെ കണ്ട ഉടനെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കണ്ടതിനേക്കാൾ ആശ്വാസമായി. ഞങ്ങൾ സാറിനോട് ചോദിച്ചു, സാർ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? സാർ പറഞ്ഞ ഒരു വാക്ക് ഞങ്ങളെ ത്രസിപ്പിക്കുന്നതായിരുന്നു, ഞങ്ങളെ പ്രചോദനം തരുന്നതായിരുന്നു. സാറ് പറഞ്ഞ്, ഇപ്രാവശ്യം ഇവരെ നമുക്ക് ഡിസംബർ ക്യാമ്പിന് വിടണം കേട്ടോ സാറിൻ്റെ അടുത്ത്. അപ്പം എന്തായിരുന്നെന്നറിയാവോ സാറ് പറഞ്ഞേ? ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ ഡിസൈപ്പിൾസ് ആണ്, എൻ്റെ ശിഷ്യന്മാരാണ്. ഞാൻ പല പ്രാവശ്യം ലിനിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ VD സതീശനൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു ഈ ഒരു മൈൻഡ് മാസ്റ്ററിയുടെ ഒരു സ്ലാങ് അതൊക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ ജീവിതത്തിൽ ഒരു പാളിച്ച വരും. അല്ല എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി മൈൻഡിനെ ഫോക്കസ് ചെയ്തപ്പോൾ
അവർ മാത്രമല്ല, ഇതിനകത്ത് ആരൊക്കെ പോകും ഞാൻ പേരൊന്നും പറയുന്നില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ ഫോളോ ചെയ്യുന്നവർ, അവരുടെ സംസാര ശൈലിയിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മൈൻഡിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. എങ്ങനെ? മൈൻഡാണ് ആക്ഷന് കാരണം. ദാറ്റ്സ് മീൻസ് തോട്ടാണ്. മൈൻഡും തോട്ടും ഭയങ്കര കണക്റ്റഡാണ്. മനസ്സിലാവുന്നു? ഈ മൈൻഡാണ് തോട്ടിനെ എനർജൈസ് ചെയ്യുന്നത്. ആ എനർജൈസ് നടക്കുന്നതാണ് നിങ്ങളുടെ ആക്ഷനായി മാറുന്നത്. അതിന്റെ കണ്ടിന്യൂറ്റിയാണ് ക്യാരക്ടറായി മാറുന്നത്. പിടിച്ചോ? മനസ്സിലായോ? അപ്പൊ അത് ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തോണം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് പപ്പ ഇത് പറയാൻ പോകുന്നത്. ഇത്രയും സമയം പോയി. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു പുസ്തകമാണ് പറയുന്നത്. സൈമൺ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഞാൻ ഓർത്ത് പറയാം. സൈമൺ സിനക് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇതിനു വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് വിത്ത് വൈ. എന്തോ? വൈ. ഞാൻ ലാസ്റ്റ് ടൈം, ഞാനിപ്പോ ഒരു PhD ഹോൾഡറാണ്, സ്കോളറാണ്, അതുപോലെ തന്നെ ലിനിയുമാണ്. മനസ്സിലായോ? അപ്പൊ ഇത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അന്നേരം ഞാൻ അത് പിന്നെ വേറൊരു വീഡിയോ പറയാം. അപ്പം അതിലും നമ്മൾ പഠിക്കുന്ന ഒരു റിസർച്ചർ എപ്പോഴും എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വാട്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് എന്ത് നടക്കുന്നു എന്ന് പഠിക്കും. വാട്ട്, വൈ, അപ്പം രണ്ടാമത്തെ വൈ, ആ ചലഞ്ച് എന്താണ്, പ്രസന്റ് എന്താണ് സിറ്റുവേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു. എന്ത് ലോകത്ത് ഏതിനെ പറ്റി, മാങ്ങയെ പറ്റി പഠിക്കുവാണെങ്കിൽ മാങ്ങ പ്രസന്റ് എങ്ങനെയാണ്, മാങ്ങ. 2 വൈ, മാങ്ങ അതിനകത്ത് എന്തെങ്കിലും മാങ്ങ കൃഷിയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരണോ, അല്ലെങ്കിൽ മാങ്ങയുടെ ഫലത്തിനകത്ത് മാറ്റം വരണോ, അത് അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നതാണ് വൈ. ഹൗ, എങ്ങനെ നമുക്കത് റിക്കവർ ചെയ്യാം, വേ ഓഫ് ഫോർവേഡ്. മനസ്സിലാവുന്നോ? ഇതേ കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഈ വൈ ആണ് നമ്മുടെ പഠനത്തിന് വേണ്ടത്. എന്താ വേണ്ടേ? നിങ്ങളുടെ പഠനത്തിന് വേണ്ടത് വൈ ആണ്. ഞാൻ എന്തിനാ പഠിക്കുന്നേ? നമ്മൾ തന്നെ രാവിലെ നടക്കുന്നു. ഞങ്ങൾ എന്തിനാ നടക്കുന്നേ? അതിരാവിലെ ഉണരും പപ്പ. എന്തിനാ ഉണരുന്നേ? ഈ 3:30 അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മെഡിറ്റേഷൻ ചെയ്യും. എന്തിനാ മെഡിറ്റേഷൻ ചെയ്യുന്നേ? എവറി ടൈം യു ഷുഡ് ഹാവ് എ ക്വസ്റ്റ്യൻ ഇൻ യുവർ മൈൻഡ്, വൈ ഐ ആം. മനസ്സിലായോ? വൈ ഐ ഡു ദാറ്റ്. ഓൾവേസ് യു തിങ്ക് ദാറ്റ്. ദെൻ ഓൺലി യു വിൽ ഫൈൻഡ് വാട്ട്. ഇതിനെ ഞാൻ പറയുന്ന പേരാണ് മോട്ടിവേഷൻ. എങ്ങനെ? നിങ്ങൾ പുറത്തുനിന്നൊരു മോട്ടിവേഷൻ വൈ ചിന്തിക്കുന്നവന് വേണ്ട. പുറത്തുനിന്നൊരു പപ്പ തള്ളേണ്ട കാര്യമുണ്ടോ? കാര്യം എന്താ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. മനസ്സിലായോ മോളെ? രാവിലെ നടക്കാൻ പപ്പ ഇല്ലാലും ഒരു ദിവസം ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ നടക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താ? ആ വൈയുടെ റീസൺ നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ എന്തിനു നടക്കണം? ഞാൻ ഇന്നലെ VS ജോയിയോട് ചോദിച്ചോ പറയാം, അച്ഛനെ ഞാൻ എപ്പോഴും എന്തെങ്കിലൂടെ കാണുവാ, ലൈവിലൂടെ കാണുവാ. ഞാൻ ബൽറാമിനോട് ചോദിച്ചോ പറയാം, അയാൾ കാണുന്നുണ്ട്. ആരോട് ചോദിച്ചാൽ ഈ പറയുന്ന 150 എല്ലാവരുമായിട്ടും അടുത്ത ഹൃദയബന്ധമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ 32 വർഷക്കാലത്ത് ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടണമെന്നോ അത് വേണമെന്നും വാദിക്കാൻ തോന്നില്ല. കാരണം ഞാൻ എന്നിലല്ലാതെ വേറെ ഒന്നിലും വിശ്വസിക്കത്തില്ല. എടാ, ഞാനാ മാറേണ്ടതാണോ അതോ നിങ്ങളാണോ? നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ മാറിയാൽ എനിക്ക് കൊള്ളാം. അപ്പം വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത്. വെൻ ഐ സോ VP വിജയൻ, ദാറ്റ് ടൈം ഐ ടുക്ക് എ ഡിസിഷൻ വാട്ട് വൈ എന്താണെന്ന് ഞാൻ പഠിച്ചു. സോ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കളയേണ്ടത്, അതായത് ഒരു പ്രതിമയുടെ കഥ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ആരാ? ഡേവിഡിന്റെ പ്രതിമ ഉണ്ടാക്കുമ്പോൾ അയാൾ പറയുന്നേ, ഞാനൊരു കല്ലേ കണ്ടോളൂ, ആ ഒരു ശിലയെടുത്തു, എല്ലാ കല്ലിലും എന്തുണ്ട്? ഒരു രൂപമുണ്ട്. ഞാൻ അതിൽ നിന്ന് വേണ്ടാത്തത് എടുത്ത് കളഞ്ഞു, അപ്പോൾ അത് ശിലയായി മാറി. ഐഡിയ കിട്ടിയോ? രൂപമായി മാറി. ശിലയല്ല, ആ രൂപമായി മാറി. അപ്പൊ എന്നിൽ നിന്ന് ഞാൻ കളയണം ചിലത്, ഞാൻ ചിലത് ആഡ് ചെയ്യാൻ വേണം. പറഞ്ഞോ? വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അട്ട, നമ്മൾ എപ്പോഴും നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. ഏത് അട്ട, ഉറുമ്പ് എന്തിങ്ങനെ ക്രോസ് ചെയ്ത് പോയാലും നമ്മൾ കൃത്യമായി ഈ സംസാരിക്കുന്നിടയിലും അത് നോക്കണം. ഇത് അവരുടെ സ്പേസാണ്. മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമുക്കതിനെ എടുത്ത് തോട്ടിക്കളയാം. തോട്ടിക്കളയല്ല, എന്തോ ഉപദ്രവിക്കുന്നതിനെ നമ്മൾ ചിലതിനെ കൊല്ലേണ്ടതാണ്. അതിനെ കൊല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ അനുഭവിച്ചോളും. അതിന് വേറെ മറുപടി ഒന്നും ഞാൻ തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെ എന്തായാലും ചവിട്ടണ്ട തൽക്കാലം. അപ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞേ?
ഡേവിഡ് അപ്പൊ രൂപമായി മാറി. നമ്മുടെ ജീവിതത്തിൽ ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ഒത്തിരി പേരെ അകറ്റി നിർത്തേണ്ടി വന്നു. യെസ്, ക്വിറ്റ് ചെയ്യേണ്ടത് ക്വിറ്റ് ചെയ്യണം. ഒന്നും രണ്ടും പേരെയല്ല, ആയിരക്കണക്കിന് ആൾക്കാരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. കാരണം നമ്മുടെ സമയം നമ്മൾ അവരെ സഹായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറി വളർന്നു ഉയരുമ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതിനപ്പുറത്തോട്ട് വേണ്ട. അപ്പം ഞാൻ അദ്ദേഹത്തിന് സൈമൺ സിനഗിന്റെ ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സ്റ്റാർട്ട് വിത്ത് വൈ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അതായത് വൈ അറിയാവുന്നവർക്ക് ജീവിതത്തിൽ വഴി തെറ്റില്ല. ഒന്നാമത്തെ പോയിന്റ് എന്ത്? വഴി അറിയാവുന്നവർക്ക് ജീവിതത്തിൽ വഴി വൈ അറിയാവുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വഴി തെറ്റില്ല. തെറ്റുമോ? ഇല്ല. പലർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നാമത്തെ പ്രശ്നം. ചിലർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. മനസ്സിലാവുന്നു? പക്ഷേ എന്താ ഞാൻ ഒന്ന് പറഞ്ഞേ? പലർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടാമതെന്ന് പറഞ്ഞ ചിലർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിയാവുന്നവൻ ജീവിതത്തിൽ വിജയിക്കും. എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? വൈ ഷുഡ് ഐ ഡു ദിസ്? ഐഡിയ കിട്ടിയോ? വൈ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ടോ നമ്മുടെ രമണി NV പറയുന്നത്, അച്ചായന്റെ മക്കൾ അച്ചായനെ ഫോളോ ചെയ്യണം, നല്ല മക്കളായി വളരണം. യെസ്, നല്ല. ഓക്കെ, അപ്പം കൺഗ്രാറ്റ്സ്. അപ്പം ഞാൻ എന്ത് പറഞ്ഞേ? അപ്പം ചിലർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ചിലർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തിനാണ് ചെയ്യുന്നത് എന്നറിയുന്നവർ 100% വിജയിച്ചിരിക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ പറഞ്ഞുതരാം. അപ്പോൾ അതായത് വൈ ഇല്ലാത്ത ജീവിതം, എന്തോ വൈ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ദിശയില്ലാത്ത യാത്രയാണ്. എന്തോ ദിശയില്ലാത്ത യാത്രയാണ്. ഞാൻ പറയാം, ദിശയില്ലാത്ത യാത്രയെ നമ്മൾ വേറൊരു പേര് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദിശയില്ലാത്ത ജീവിതം, ഡയറക്ഷൻ ഇല്ലാത്ത ജീവിതം. അപ്പൊ ലക്ഷ്യം വേണമെന്നുണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് വർദ്ധിക്കും, പെട്ടെന്ന് ചെല്ലാൻ പറ്റും. സംശയമുണ്ടോ? ഇല്ല ഇല്ല. അപ്പം ദിശയില്ലാത്ത ജീവിതമാണ് വൈ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. ദിശയില്ലാത്ത യാത്ര, എങ്ങാണ്ടൊക്കെയോ നടക്കുന്നു. മനസ്സിലാവുന്നോ? പണം മാത്രമേ ഉള്ളെന്ന് വെച്ചോ. പണം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ സന്തോഷം കിട്ടുമോ? അപ്പം പണം മാത്രമെന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എന്തോ ഇല്ല, സന്തോഷം ചിലപ്പം കുറയും. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ ജോലി ചെയ്യാതെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കും, പക്ഷെ ലക്ഷ്യമില്ല. ജോലി ചെയ്ത് പണം ഉണ്ടാക്കും, പക്ഷെ എന്തോ ഇല്ല, ലക്ഷ്യമില്ല. നോ ഗോൾ. മനസ്സിലാവുന്നോ? പക്ഷേ അവിടെ ഒരു ചോദ്യം ഞാൻ കൊണ്ടുവരിക, എന്തിനാ ജോലി ചെയ്യുന്നേ? അപ്പൊ ജീവിതം മാറും. പണം ഉണ്ടാക്കാനോ? അതിനെല്ലാത്തിനും മറുപടിയുണ്ട്. മിഠായി തിന്നാനാന്നേ മിഠായി തിന്നെ, വീട് വെക്കാൻ. അപ്പൊ എല്ലാത്തിന്റെ ആൻസർ ആയി. ഞാൻ ഇനി പറയണോ അത്? ഒരു എക്സാമ്പിള്. ഒരു ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു. അതെന്തുവാ? ബുദ്ധിപരമായിട്ട് പറയണം. എന്തോ അവരുടെ ജോലി. അത് അവരുടെ ജോലിയാ, ബിസിനസ്സാണ് അവരുടെ ജോലി. ചിന്തിച്ച് പറയും. ഇത്രയും പേര് കേൾക്കുന്നേ, മോനും പൊട്ടനായി പോകുന്നവരും കേട്ടോ. അപ്പം എന്താ പറഞ്ഞേ? ഒരു ടീച്ചർ അവരുടെ ജോലി എന്തോ ചെയ്യുന്നു? ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാണ് അതിനർത്ഥം? ഞാൻ പറഞ്ഞേ, അവര് ശമ്പളത്തിനായി കുട്ടികളെ പഠിപ്പിക്കുന്നു. മനസ്സിലായാലോ? ഡൗട്ടില്ലല്ലോ? എന്നാൽ ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാൻ വേണ്ടി ഒരാൾ പഠിപ്പിക്കുന്നു. അതോ? ദാറ്റ് ഈസ് മിഷൻ. എന്തുവാ? മിഷൻ. അയാളുടെ മിഷനാ അത്. അവർ പഠിപ്പിക്കുന്നത് ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല, ലോകം മാറ്റാനാ. എന്തോ? രണ്ടുപേരും ഇരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ വന്ന ആളുടെ കയ്യിൽ നിന്ന് മീൻ കിട്ടുമെന്ന ആത്മവിശ്വാസത്തിൽ കാത്തിരിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന എന്തോ? മിഷൻ. ഒരു ടീച്ചർ ശമ്പളത്തിനായി പഠിപ്പിച്ചാൽ അത് ജോലി, ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാൻ വേണ്ടി പഠിപ്പിച്ചാൽ അത് മിഷൻ. അതിനും സാലറി കിട്ടും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? റിവാർഡുണ്ട്. ആളുകൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ല നോക്കുന്നത്. മനസ്സിലാവുന്നു? ആളുകൾ നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല, നിങ്ങൾ എന്തിനാ ചെയ്തേന്നുള്ളതാ നോക്കുന്നത്. മനസ്സിലായോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു നല്ല ലീഡർ ഇൻസ്പിറേഷൻ കൊടുക്കും. എന്തോ ചെയ്യും? നല്ല ലീഡർ ഇൻസ്പിറേഷൻ കൊടുക്കും. പക്ഷെ ഞാൻ പറയുന്നു, കുടുംബത്തിലും വൈ വേണം. എന്തോ ചെയ്യണം? കുടുംബത്തിലും വൈ വേണം. അപ്പൊ എന്തിനാ ഇത്? അപ്പൊ അവിടെ ഒരു ചോദ്യവും ഇതും വരും. സ്നേഹവും വിശ്വാസവും ഉള്ളിടത്ത് എന്തുണ്ടാവും? ആളുകൾ കൂടെ നിൽക്കും. സംശയമുണ്ടോ? നിങ്ങൾക്ക് ഈ വൈ എല്ലായിടത്തും ഉച്ചരിച്ചു നോക്കുക ഇന്നു മുതൽ. പപ്പയ്ക്ക് എന്ത് പറയാനുള്ളത്? നിങ്ങൾ എല്ലായിടത്തും എന്തോ ചോദിക്കണം?
Why? വൈ നോക്കുക. രാവിലെ എഴുന്നേക്കണം. അപ്പൊ അവിടെ ഒരു വൈ വേണോ? Yes, വേണം. വൈ ഉള്ളവർക്ക് മോട്ടിവേഷൻ വേണോ? അവർക്ക് എന്തോ ഉണ്ട് മാത്രം മതി, ഡിസിപ്ലിൻ മാത്രം. Discipline മാത്രം. വൈ ഉള്ളവന് ഡിസിപ്ലിൻ വരും. മനസ്സിലായോ മോനെ? Okay. എന്തുകൊണ്ടാണ് പപ്പ ഇതെന്ന് പറയുന്നതെന്നുള്ള ഐഡിയ കിട്ടിയോ? Yes, മനസ്സിലായി. ഒരു പോയിന്റ് കിട്ടിയോ? Yeah, got it. ഈ സാധനം കിടന്ന് ആടുന്നുണ്ടല്ലേ. ഓക്കെ. വലിയ വിജയം എവിടുന്നാ തുടങ്ങുന്നതെന്ന് പറയാമോ ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ? ചെറിയ വൈയിൽ നിന്ന്. എന്തോ ചെറിയ വൈ, വെരി ഗുഡ്. എന്താ വലിയ വിജയം ഉണ്ടാകുന്നത്? ചെറിയ വൈയിൽ നിന്നാണ്. അതായത് നിങ്ങൾ പറയുക, നമ്മളൊരു ചെറിയ വൈ, ഞാൻ പറയാം, എന്റെ കുടുംബം നല്ലതാവണം, ഒരു ചെറിയ വൈ അല്ലേ? എന്റെ കുട്ടികളെ നല്ലതുപോലെ പഠിപ്പിക്കണം, മനസ്സിലാവുന്നോ? എന്റെ സുഹൃത്ത് നല്ലത് ചെയ്യണം, ഇതെല്ലാം എന്താണ്? ഒരു ചെറിയ വയ്യ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നോട്ടെ. വൈ അറിയാവുന്നവൻ പരാജയപ്പെടത്തില്ല. അയാൾക്കറിയാം എന്തുവാ? വൈ അറിയാവുന്നവൻ എക്സാക്ട്ലി നോ വാട്ട് ഹി ഈസ് ഡൂയിങ്. വൈ അറിയാവുന്നവൻ പരാജയപ്പെടത്തില്ല. എന്തോ വൈ അറിയാവുന്നവൻ ജീവിതത്തിൽ മനസ്സിലായോ? ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആയിരിക്കണം. എന്തോ ലക്ഷ്യം should be strong. മനസ്സിലായോ? ആ വൈ അറിയാവുന്നവന്റെ ഒരു പ്രശ്നം എന്താ? ലക്ഷ്യം സ്ട്രോങ് ആയിരിക്കും. എന്താണ്? ലക്ഷ്യം സ്ട്രോങ് ആയിരിക്കണം. വൈ അറിയാവുന്നവന് പരാജയം ഒരു പ്രശ്നമായിരിക്കത്തില്ല. ഓക്കെ, വൈ അറിയാവുന്നവന് പരാജയം ഒരു പ്രശ്നമായിരിക്കില്ല. വൈ അറിയാവുന്നവന് ടെമ്പററി ഫെയിലുവർ ഒരു ആവേശമായിരിക്കും. അവൻ അവന്റെ ആവേശം നിർത്തത്തില്ല, അവൻ കൊടുമുടിയിലോട്ട് വലിച്ചു കയറും. മനസ്സിലായോ? അവന്റെ ജീവിതത്തിലെ അവന്റെ ഉള്ളിലെ ഫ്യൂവൽ എന്തുവാന്നറിയാവോ? ഈ വൈ ആയിരിക്കും. ഒരു മോട്ടിവേഷൻ ഒരുത്തിനും എന്നെ തള്ളണ്ട, ഞാൻ സ്വയം തള്ളിക്കോളാം. കാരണം എന്താ? എന്റെ മനസ്സിൽ ഒരു വൈ ഉണ്ട്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ? ഇവിടെ ആര് കാർട്ടൂൺ കാണുന്നവരുണ്ട്? അല്ലല്ല, അതെന്തിനാ ഇപ്പൊ പറഞ്ഞെന്ന് പറയാം. ഇവിടെ കാർട്ടൂൺ കാണുന്നവരില്ലല്ലോ. അപ്പൊ ഞാൻ പറയാ, അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ പറയുന്ന ഒരു മെയിൻ പോയിന്റ്സ്, ഞാൻ പറഞ്ഞ കഥകളിൽ നിന്ന്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം. വിജയത്തിന് മുമ്പ്, ഇവിടെ ഒരു മിനിറ്റ് നിൽക്കാം, നല്ല തണുപ്പുണ്ട്. വിജയത്തിന് മുമ്പ് നിങ്ങളുടെ വൈ നിങ്ങൾ കണ്ടെത്തണം. പഠിച്ചോ? എന്തുവാ? വിജയത്തിന് മുമ്പ് നിങ്ങളുടെ വൈ, തന്റെ വൈ എന്തുവാന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്തെന്ന് പറഞ്ഞാ പർപ്പസ് ഇല്ലാതെ അച്ചീവ്മെന്റ് ഉണ്ടാവത്തില്ല. മനസ്സിലായോ മോനെ? എന്താ വേണം? എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറയുക. പർപ്പസ് ഇല്ലാതെ പർപ്പസ് ഇല്ലാതെ അച്ചീവ്മെന്റ് ശൂന്യമായിരിക്കും. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായാലും നിങ്ങൾ അവിടെ എത്തും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി മാത്രം ചെയ്യും. പണം മനുഷ്യനെ ജോലി ചെയ്യിക്കും. സംശയമുണ്ടോ? പണം മനുഷ്യനെ ജോലി, പക്ഷേ വൈ മനുഷ്യനെ ചരിത്രം സൃഷ്ടിപ്പിക്കും. എങ്ങനെ ഉണ്ടാ പോയിന്റ്? വൈ മനുഷ്യനെ എന്താ പറയാനാ പറഞ്ഞേ? വൈ മനുഷ്യനെ ചരിത്രം സൃഷ്ടിപ്പിക്കും. മനസ്സിലായോ? ജോലി മനുഷ്യനെ, പണം മനുഷ്യനെ ജോലി ചെയ്യിക്കും, പട്ടിയെ പോലെ ജോലി ചെയ്യിപ്പിക്കും. മനസ്സിലായോ? ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മോർണിംഗ് മോട്ടിവേഷൻ തുടങ്ങേണ്ടത് ഒരു അലാറത്തിൽ ബെല്ലടിക്കുമ്പോഴല്ല. മനസ്സിലായോ? നിങ്ങളുടെ പർപ്പസ് കൊണ്ട് നിങ്ങൾ അറിയാതെ എഴുന്നേക്കണം. എന്തോ? എനിക്ക് ചെയ്യാനുള്ള കാര്യത്തെ ഓർത്ത് എനിക്ക് രാവിലെ എഴുന്നേറ്റേ പറ്റൂ. റൂട്ടീൻ കറക്റ്റ് ആയിരിക്കണം. എൻ്റെ ജീവിതത്തിലെ 80% ജോലിയും ഞാൻ രാവിലെ 6 മണിക്ക് മുമ്പ് തീർക്കും. വിശ്വസിക്കും. ഞാൻ കൃത്യമായി എഴുതി എങ്ങനെ പോകണം. കൊട്ടാരക്കര പോകുമ്പോൾ എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകണം. അവിടെ പോകണമെങ്കിൽ കൃത്യമായി സ്ഥലം നോക്കും. ആദ്യം കാണുന്ന വില്ലേജ് ഓഫീസാണെങ്കിൽ അവിടുന്ന് അവിടെ കയറി, പോലീസ് സ്റ്റേഷനിൽ കയറി, അവിടുന്ന് അപ്പുറത്ത് കയറി, നിങ്ങളുടെ സ്കൂളിൽ കയറി അവിടെ കയറി കൃത്യമായിരിക്കും. പിന്നെ തിരിച്ച് രണ്ടാമത് വരാൻ ഞാൻ സമയം കൊടുക്കത്തില്ല. ടൈം മാനേജ്മെന്റ്. മനസ്സിലായോ? അപ്പൊ ഇനി പഠിക്കുവോ? ഇനി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മളെ ടൂറിന് പോണോന്ന് അടുത്ത ദിവസം രാവിലെ ടൂറിനാ പോകേണ്ടത്. നമ്മളെന്ത് ചെയ്യും? മോനെ, ടൂറിന് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ചാടി എഴുന്നേക്കത്തില്ല. അത് എന്റെ ജോലിയാ. രാവിലെ എഴുന്നേപ്പിച്ച് തട്ടി ഓണത്തി ടൂറ് പോകുമ്പോളേ, ടൂറ് പോകുമ്പോ. എത്ര മണിക്കാ? 2 3 മണി. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുക. സത്യം ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ പറയുക. ഇതാരും ലോകത്ത് ഇതുപോലെ ഫോണിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാര്യം എന്താ?
ചില കാര്യങ്ങൾ ജനങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. അതായത് ദ്രോണർ ഏകലവ്യനോട് ചെയ്തത് യെസ്. മനസ്സിലായി. ഇത് ഹൃദയമുള്ളവനെ തിരിച്ചറിയാൻ പറ്റും. അവരവന്റെ മോനെ ഈ വീഡിയോ കേൾപ്പിക്കണം. എടാ പി വിജയന്റെ അടുത്ത് എത്ര അടി ഒരു ക്ലാസ്സിന്? 20,000 രൂപ, 21,000 രൂപ എങ്ങാണ്ട്. ഇപ്പൊ എത്രന്ന് ഓർക്കണം. ഇനി ഇതാണ് സാറിന്റെ ഒരു ക്ലാസ്സിന് എത്ര? 20,000 രൂപ. ഞാൻ എന്നോട് 2017 പി വിജയനെ പറ്റി കേൾക്കുന്നത്. ശിവകേരി ആയാലും സന്തോഷ് സാർ ആയാലും ഇപ്പൊ 1,00,000 രൂപയാ. മനസ്സിലായോ? ഒരു കാര്യം ആലോചിക്കണം. പട്ടിണി ആയാലും നമ്മൾ പുസ്തകം കളയരുത്. എടാ നമുക്ക് ഈ നാക്ക് കണ്ടോ, കയ്യില്ല കാലില്ല ഇഴഞ്ഞു നടന്നാലും നാക്കുള്ളവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? നിന്റെ ലക്ഷ്യം പൊതിഞ്ഞു വെച്ചേക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് തുറക്കുന്ന സമയം ലോകം നിങ്ങളോട്. ഇന്നലെ തന്നെ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു വേടേ പറഞ്ഞു. എന്തിനാ ഒരു വേടേ പറഞ്ഞോളൂ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്താ? ദ പീപ്പിൾ ആർ ഫ്രസ്ട്രേറ്റ്, ഭയങ്കര ഫ്രസ്ട്രേറ്റിലാണ്. അവർ നോക്കുമ്പോൾ ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ച് ലോകത്ത് എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. 1000കണക്കിന് പ്രശ്നമാണ്. മനസ്സിലായി? ജെൻസി പിള്ളേരെന്ന് പറഞ്ഞാൽ ജെൻസി അവർക്ക് ജോലി കൊടുക്കണ്ടേ? സുപ്രീം കോടതി വിദ്യാഭ്യാസം കൊടുത്താൽ മതിയോ? ഇവിടെ ഇന്ന് കേൾക്കൂ, അറിയാവുന്ന കാര്യം പറയും. നിങ്ങൾ ഈ പൊട്ടത്തരം പറയാതെ. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നത്. 1991 ന്യൂ എക്കണോമിക് പോളിസി വരുന്നു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. വി കൺസിഡർ ഗ്ലോബൽ ഈസ് എ ഫാമിലി. സോ അമേരിക്ക ഈസ് യുവർ ഫാമിലി. മനസ്സിലായോ? നിങ്ങളുടെ രാജ്യമാണ് അതും. സോ വി ആർ മൂവ് ഔട്ട്. അതുകൊണ്ടാ പോയത്. അല്ലെ അമേരിക്ക കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റും? ഐഡി. അതുകൊണ്ട് കേരളം ലോകം മൊത്തത്ത് പോയി. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, ഇപ്പൊ പക്ഷെ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ആൾക്കാരെ എവിടുന്നാ? ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും. മനസ്സിലായോ? അവർക്ക് 50 ലക്ഷം പേരെ എവിടത്തേക്ക് വേണം? സോ ഇസ്രായേലിലേക്ക് വേണം. കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോയോ? മനസ്സിലായിക്കോണം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടായി മാറി. വേൾഡിലുള്ളവരെല്ലാം നിങ്ങളുടെ സഹോദരങ്ങളായി മാറി. സോ വേൾഡിൽ എവിടെ പോയി വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഇതാണ് കേരളം നേടിയ അച്ചീവ്മെന്റ്സ്. ഇവർ പറയുന്നത് നാളെ തിരിച്ചു വന്നു. അങ്ങനെയൊന്നുമില്ല. നാളെ ഇത് നമുക്ക് എവിടെ അങ്ങ് ഇപ്പം ദുബായിൽ ഒരിക്കലും വീട് വെക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വസ്തു എന്ന് തുടങ്ങി. കൺസെപ്റ്റ് മാറി. കാരണം എന്താ? സ്പീഡ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്പീഡിനൊത്ത് ജീവിക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും ഇനി പറഞ്ഞ് നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ സ്റ്റാർട്ട് വിത്ത്, മനസ്സിലായോ? സ്റ്റാർട്ട് വിത്ത് വൈ. അതുകൊണ്ട് ആ വൈ എന്തുവാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അയ്യോ നമ്മുടെ മുത്താത്, നമ്മുടെ ലിയോണക്കുട്ടാ ഉണ്ടോ? മനസ്സിലായോ നേഹ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒരു സംശയം ഉണ്ടോ? ഇല്ലല്ലോ, ഞാൻ വെച്ചേക്കട്ടെ. താങ്ക് യു. എൻ്റെ ഷിബു പാപ്പച്ചൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ബിനു പി ജോൺ, പ്രിയ ലിൻസൺ ലൂക്കോസ്, സതീഷ് ജോർജ് ആൻഡ് അശോക് അണ്ണ. മൈ ഡിയർ, ഞാൻ വരുവണ്ണ. സുജാത, രമണി. ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ മൈൻഡ് മാസ്റ്ററി ഒക്കെ ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങളിത് എല്ലാവർക്കും ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളിത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഒല്ലി ഒരു 5% ആൾക്കാർ ഇതൊന്നും കേൾക്കത്തില്ല. 5% ഒന്നും കേൾക്കത്തില്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ജംഗ്ഷനിൽ പാന്തലൂൺസിന്റെ ഷോപ്പും ബ്രാൻഡഡ് പറഞ്ഞേ, ഒരു കുറെ ഷോപ്പുകൾ പറഞ്ഞേ, നമ്മുടെ കൊട്ടാരക്കരയുള്ള പാൻ അമേരിക്ക, ഒത്തിരി എണ്ണം പറയടേ. നമ്മുടെ കൊട്ടാരക്കര ഉള്ളത് പറഞ്ഞേ. എന്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നില്ലല്ലോ. ലൂയിസ് ഫിലിപ്പിന്റെ. പിന്നെ എനിക്കൊരു വിത്തൗട്ട് ചായ വേണം. നമ്മുടെ അവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഓക്കെ, പരസ്യം കൊടുക്കുകയല്ല, നിങ്ങളുടെ ഓർമ്മ അത്രേ ഉള്ളെന്നുള്ളതാ. അല്ല, ഞാൻ പറയുന്ന കേൾക്കും. ഇതെല്ലാം തൊട്ടടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. പീറ്റർ ഇംഗ്ലണ്ട്, ലൂയിസ് ഫിലിപ്പ്, ഇതെല്ലാം തൊട്ടടുത്തടുത്തല്ലേ ഇരിക്കുന്നേ. പക്ഷേ എല്ലായിടത്തും കച്ചവടം നടക്കുന്നു. കാരണം എന്താ? നിങ്ങൾ ഈ 100-ൽ 1% ആൾക്കാർ ഏതേ ഇടൂ, ആ ബ്രാൻഡേ ഇടൂ. അവർക്ക് വേണ്ടിയാ അത്. നിങ്ങൾ ഈ പറയുന്ന, ഞാൻ ഈ പറയുന്നത് ഈ 100 പേരും കേൾക്കാനല്ല. അതിൽ 95 പേര് എനിക്ക് നെഗറ്റീവേ പറയൂ. എല്ലാവരും കേട്ടാൽ ഇത് വേണ്ടവൻ മാത്രമേ കേൾക്കൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനിത് പറയുന്നത് കൃത്യമായി വളരാൻ ആഗ്രഹിക്കും. ഞാൻ കൃത്യമായി ലോകത്തെ അപ്പച്ചനോടൊന്ന് മാറ്റിയിടേ പട്ടിയെ. നീയാ ചീനി വേണം അപ്പച്ചന്. അല്ലല്ല, എനിക്ക് ഇതങ്ങ് കൊടുത്തേരും.
ഇങ്ങോട്ട് വെച്ചേരും മോനെ, അവിടെ വെച്ചേരപ്പച്ച. എന്ത് വരികയാണ് ഞങ്ങേ ദാണ്ടേ ഒരു 100 രൂപയുടെ ചീനി ഇവിടെ വെച്ചിരുന്നാ മതി. ചീനി വരുമ്പോഴേ അപ്പച്ച ഇവിടെ വെച്ചിരുന്നാ മതി, ഞങ്ങൾ എടുത്തോളാം. ഇനി ഇതം കൊടുത്തു. മനസ്സിലായോ? കേട്ടോ? അല്ലല്ല, അതിരുന്നോട്ടെ, ഇതിരുന്നോട്ടെ. ഇത് ചീനിയല്ല, അത് ഇരിക്കട്ടെ. കേട്ടോ? കേട്ടോ മോനെ? അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ചീനി എടുത്ത് വെച്ച ഇവിടെ അപ്പച്ചന്റെ കൊടുത്ത് ഇവിടെ കൊടുത്തിരുന്നാ മതി. ഇവിടെ അല്ല, ചേട്ടനോട് പറഞ്ഞാൽ മതി. കൊച്ചിനൊന്നു മതി. അപ്പൊ മനസ്സിലായോ മോനെ? ഇതിനകത്ത് എന്തെങ്കിലും ഇനി സംശയം ഉണ്ടോ? പിന്നെ വേറൊരു ടാക്ടിക്സ് ഓർത്തോണം. 100 രൂപ കിട്ടിയാൽ പണ്ട് പറയത്തില്ല ദശാംശം കൃത്യം കൊടുത്തിട്ടില്ല. അത് പറയാ എടീ മോളെ, അപ്പച്ചന്റെ അടുത്ത് അത് നിരുത്തരവാദികള്. ഇതുപോലാണ് മനുഷ്യരും. എന്താണ്, തങ്ങളെ ഒന്നും ചെയ്യത്തില്ല എന്ന് തോന്നുന്നവനെ അടിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ ദൈവത്തെ പോലെ കാണണം. പഠിച്ചോ? എന്ത്? നമ്മളെ തിരിച്ചടിക്കത്തില്ല എന്ന് തോന്നുന്ന ആളെ ദൈവമായിട്ട് കാണണം. മനസ്സിലായോ? നമ്മളെ തിരിച്ചടിക്കുമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നവൻ അവൻ ശക്തിമാനെ നമുക്ക് എന്തായും കാണാം. പക്ഷെ ഇവരെ കാണരുത്. ഇത് ഞാൻ തരുന്ന നിങ്ങളുടെ ഒരു സന്ദേശമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളോട് അപമര്യാദയായിട്ട് ഇങ്ങനെയുള്ളത് പെരുമാറില്ല. കാരണം എൻ്റെ അപ്പൻ കൊച്ചുനാളിൽ എന്ത് ചെയ്യുമെന്നറിയാം? ആ ഗാന്ധി നാളിലൊക്കെ ഉള്ള ആ ചേച്ചിയൊക്കെ ഇപ്പോഴും എന്തിനാ നമ്മുടെ വീട്ടിൽ വരുന്നത്? എൻ്റെ അപ്പൻ തുടർന്ന് വെച്ച ചില കാര്യങ്ങളാണ്. മനസ്സിലായി? ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. കേട്ടോ? മരണം വന്ന പട്ടിണി കിടന്നാലും നിന്നേക്കാൾ താണവൻ വീട്ടിൽ വന്നാൽ ഉള്ളത് പറക്കി കൊടുത്തോണം. ഞാൻ വീടിന്റെ ഗേറ്റ് അടയ്ക്കരുതെന്ന് 1000 വട്ടം പറയുന്നത് വേണ്ടേ? എൻ്റെ കുഞ്ഞിനോട് പറയാ. ആണോ? ഞാൻ ഈ പറഞ്ഞ കേട്ടോ? പപ്പ ഇല്ലാത്ത കാലത്തും വിശന്നൊരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ ഭക്ഷണം അവർക്ക് കൊടുത്തിരിക്കണം. നിങ്ങളുടെ ഭക്ഷണം അവർക്ക് കൊടുത്തിരിക്കണം. സംശയമില്ലല്ലോ? അപ്പൊ ഞാനിത് ഇവിടെ നിർത്തുക.